ഹലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവലർ ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഞാൻ പെട്ടെന്ന് തയ്പ്പിച്ചതാട്ടോ, 2 ദിവസം കൊണ്ട്. ഒരു വൈറ്റ് റെഡ് ആബ്സ്ട്രാക്ട് പ്രിൻ്റായിട്ട്. അപ്പോൾ ഒരു ഫ്രോക്ക് ടൈപ്പിൽ തയ്പ്പിച്ചു. അപ്പോൾ ഒരു വേസ്റ്റ് ബെൽറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് പെയർ ചെയ്തു. അത്രയേ ഉള്ളൂ. നേരെ പോയത് മൂസ് കഫേയിലേക്കാണ്. അത് ഞാൻ സെക്കൻഡ് ടൈം ആട്ടോ മൂസ് കഫേയിലേക്ക് വരുന്നത്. ആദ്യമേ എനിക്ക് ഇഷ്ടമായെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവിടെ സർവീസ് ആയാലും ഫുഡ് ആയാലും ടേസ്റ്റ് ആയാലും ആംബിയൻസ് ആയാലും എല്ലാം അടിപൊളി ആയതുകൊണ്ട് സെക്കൻഡ് ടൈം ഒന്ന് റിട്ടേൺ എടുക്കണതിന് മുമ്പ് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ടൈമിംഗ് സെറ്റ് ആയില്ല എന്ന് തോന്നുന്നുണ്ട്. 7:30 ടൈമിലാണ് വന്നത്. നല്ല ക്രൗഡായിരുന്നു. പുറത്തെ ആൾക്കാരൊക്കെ നല്ല വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷേ എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തായാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഡിന്നർ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ ഇതിനകത്തേക്ക് കയറുമ്പോണ്ടല്ലോ, അവിടുത്തെ ആ ലേഡി ആദ്യമേ നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വരുമ്പോൾ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തില്ല. കാരണം അന്ന് വന്ന ടൈമിംഗ് ബെസ്റ്റ് ടൈമായിരുന്നു. ഒരു 6:30 ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ തിരക്കും കുറവായിരിക്കും, നമുക്ക് നല്ല അറ്റൻഷനൊക്കെ കിട്ടും, പെട്ടെന്ന് ഫുഡ് സെർവ് ചെയ്തും കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാരല്ല, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അകത്ത് പോയപ്പോൾ ഉണ്ടല്ലോ, അവിടുത്തെ ആ സ്റ്റാഫ് ചോദിക്കുമായിരുന്നു, സർ ഇവിടെ സ്ഥലം കുറവാണ് എന്ന്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആ ഒരു തിങ്കിങ് ഉണ്ടോ. സെക്യൂരിറ്റി നല്ല അടിപൊളിയായിട്ട് പോകുന്നു, ഡിമാൻഡോടുകൂടി ചോദിച്ചു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന്. അകത്ത് പോയപ്പോഴോ ആ സ്റ്റാഫിൻ്റെ മേ ബി ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം, സർ ഇവിടെ സ്ഥലം കുറവാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിയാട്ടോ വന്നത്. പക്ഷേ നല്ല അടിപൊളി ആംബിയൻസ്, അതൊന്നും അല്ലല്ലോ നമുക്ക് മുഖ്യം. നമുക്ക് നല്ല ഫുഡും നല്ലൊരു ആംബിയൻസും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ സീറ്റ് കിട്ടി. ഒരു 1/2 hour to 45 minutes വരെ വെയിറ്റ് ചെയ്തു കേട്ടോ. അകത്ത് കയറി നമ്മൾ മെനു ഒക്കെ എടുത്ത് ഓർഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്, ഞാൻ അന്ന് പറഞ്ഞു, ഓൾമോസ്റ്റ് മിക്കതും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് അടിപൊളിയാന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പാസ്ത ഓർഡർ ചെയ്തു. പിന്നെ 2 ബെവറേജസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തത്. ഇനിയിപ്പോൾ ഏതൊക്കെയാണ്, ആ ഒരു സൂപ്പും കൂടെ ഓർഡർ ചെയ്തത്. എനിക്ക് കുറച്ച് കിച്ചിണ്ടായിരുന്നുകൊണ്ട് ഇനിയിപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ കണ്ടിട്ട് ഡയറക്റ്റ് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. സൂപ്പ് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ആൽമണ്ട് പംകിൻ സൂപ്പ്. അപ്പോൾ ഇവിടെ ആൽമണ്ട് റോസ്റ്റഡ് പംകിൻ ആൻഡ് ആൽമണ്ട് സൂപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. കാരണം അത് ഞാൻ വീട്ടിലും ഉണ്ടാക്കാറുള്ളതാണ്. അത് നല്ലൊരു കോംബോ ആണ് കേട്ടോ. നമ്മുടെ ഈ പംകിൻ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാമെന്നറിയോ, നമ്മുടെ നാടൻ ഭക്ഷണം അല്ലാതെ തന്നെ നമുക്ക് അടിപൊളി ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നത് പിന്നെ കൊളാഡ എന്ന് പറഞ്ഞ ഒരു കോക്ടെയിൽ ഡ്രിങ്കാണ് വന്നത്. ഇതിൽ ക്രീം ഓഫ് കോക്കനട്ടും പൈനാപ്പിൾ ജ്യൂസും റമ്മൊക്കെ മിക്സ് ചെയ്തിട്ട്, പക്ഷേ ഇതിൽ റം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്ന ഐറ്റമാണിത്, സൂപ്പ്. നമ്മുടെ റോസ്റ്റഡ് പംകിനും ആൽമണ്ട്സും കൂടെയുള്ള നല്ല അടിപൊളി സൂപ്പാണ്. ഇവിടെ എന്താ വെച്ചാൽ ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതെല്ലാം 1 portion ഈസ് മോർ ദാൻ ഇനഫ് എന്നുള്ള പോലെയാണ് ഒരു പേഴ്സണിന്. പിന്നെ അടുത്ത ബെവറേജ് വന്നത് ഒരു ഐസ് ടീ പോലത്തെയാണ്. പിന്നെ നമ്മുടെ പെറി ചിക്കൻ സാൻഡ്വിച്ചാണ്. ഇത് അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. നല്ല ഹെവിയാണ്, 2-3 പേർക്ക് ഷെയർ ചെയ്യാം. അവിടുത്തെ നല്ല ആംബിയൻസ് ആണ്, പെയിൻറ്റിങ്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ വന്നത് ഒരു ബർഗറാണ്, ചിക്കൻ ബർഗർ, അതായത് സെഷ്വാൻ ഫ്രൈഡ് ചിക്കൻ ബർഗർ വിത്ത് നഗറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ചിക്കൻ കുറച്ച് ഹാർഡായതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ ചെയ്തിട്ട് അടുത്ത ഐറ്റം എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് നോക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നന്നായിട്ട് വാല്യൂ എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം. ബില്ല് ജെനുവിൻ റീസൺ ആണെങ്കിൽ മാത്രം. അടുത്തതായിട്ട് ഓർഡർ ചെയ്തത് പെനി ചിക്കൻ പാസ്തയാണ്. അപ്പോൾ ഇതും നമ്മുടെ ചിക്കൻ ബ്രസ്റ്റൊക്കെ നന്നായിട്ട് നല്ല വൈറ്റ് സോസിലൊക്കെ മിക്സ് ചെയ്തിട്ട് വിത്ത് പെനി പാസ്ത. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അത് നന്നായിരുന്നു. ഞാനതിങ്ങനെ കഴിച്ചു നോക്കുകയായിരുന്നു. ഞാൻ ഈ സാധനം അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഒന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു പോർഷൻ ഇനഫാണ്. കാരണം അങ്ങനത്തെ ഐറ്റംസുമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഐറ്റംസൊക്കെ ആണെങ്കിൽ ലൈക്ക് ചിക്കൻ കറി, നൂഡിൽസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തിരിക്കുന്നവരൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു നൂൽ പൊറോട്ട അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറി മാത്രം ഓർഡർ ചെയ്തിട്ട് ആ കറി എല്ലാവർക്കും ഷെയർ ചെയ്യാം. പക്ഷേ അങ്ങനത്തെ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് വെച്ചാൽ അവർ അലോ ചെയ്യും. അവർ വേണമെങ്കിൽ വേറെ എക്സ്ട്രാ പ്ലേറ്റൊക്കെ തരുമായിരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും സ്റ്റൊമക്ക് ഫുള്ളാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഞാൻ അടുത്തത് ഓർഡർ ചെയ്തത് ട്രിപ്പിൾ ക്രസ്റ്റ് സാൻഡ്വിച്ചാണ്. ഇതും നല്ലൊരു ചീസ് ട്രിപ്പിൾ ക്രസ്റ്റ് സാൻഡ്വിച്ചും പിന്നെ ഇത് പെരി ചിക്കൻ രണ്ടാമത് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ സാൻഡ്വിച്ചസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതിനുശേഷം ഓർഡർ ചെയ്തത് ഇതാണ് അൽ അറബിറ്റ പെനി പാസ്ത. ഇത് നന്നായിട്ടുണ്ട്, വിതൗട്ട് ചിക്കൻ. ഇത് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്തു. 2 പ്രാവശ്യം കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഡിഷസും ട്രൈ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ എല്ലാ ഡിഷസും ഒന്നിനൊന്ന് മെച്ചമാണ്, അടിപൊളിയായിട്ടുണ്ട്. ബേവറേജസ് ആയാലും ഇനി ഡെസേർട്ട്സ് ഉണ്ട്, അത് ഞാൻ വേറൊരു ദിവസം വന്ന് ട്രൈ ചെയ്യാം. പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തത് എല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് സാൻഡ്വിച്ചസ് ആണ്, ശരിക്കും ഷെയർ ചെയ്യാനും പറ്റും, നല്ല ഫീലിംഗുമാണ്, നല്ല ടേസ്റ്റുമാണ്. ബാക്കിയെല്ലാം അവരവരുടെ ടേസ്റ്റ് പോലെ ഇരിക്കും, ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ. പക്ഷേ സാൻഡ്വിച്ച് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയാണ് മൂസ് കഫേ. ഇന്ത്യനല്ലാത്ത ഡിഷസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.